ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഇടയിൽ എൻ്റെ വിവാഹ ഫോട്ടോ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. ഞാൻ നേരിടേണ്ട ദുഃഖവും അപമാനവും എല്ലാം നേരിട്ട് കഴിഞ്ഞു. പ്രതികരിക്കുക തന്നെ ചെയ്യും, ഇതിനെതിരെ പോരാടുക തന്നെ ചെയ്യും. ഒരു സംശയവുമില്ല, എനിക്ക് നീതി കിട്ടണം, എനിക്കും നീതി കിട്ടണം. ഒരു MLA, ആ നിയമസഭയുടെ അന്തസ്സത്തെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു MLA ഇത്തരത്തിലൊരു ഹീനമായ പ്രവൃത്തി ചെയ്തതുകൊണ്ട്, എൻ്റെ കുടുംബജീവിതം തകർത്തതുകൊണ്ട്, അതുകൊണ്ടും കൂടിയാണ് ആ സഭയിലെ തന്നെ മുതിർന്ന ഒരാള് എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. അതുപോലെ തന്നെ സംസ്ഥാനത്തെ പോലീസ് മേധാവിക്കും പരാതി നൽകിയത്. ഇത്ര നേരമായിട്ട് എൻ്റെ പരാതിക്കൊരു മറുപടി വന്നിട്ടില്ല എന്നുള്ളത് ഖേദകരമായ ഒരു കാര്യമാണ്. ശ്രീ VD സതീശൻ അവരോടും കൂടി ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് കേട്ടു, അല്ലാതെ അദ്ദേഹത്തിനെതിരെ എന്ത് നടപടി സ്വീകരിക്കാൻ എന്താണ് നിങ്ങൾ മുതിർന്നിട്ടുള്ളത്? എന്നെ പോലെ വേദന അനുഭവിക്കുന്ന, വിഷമം അനുഭവിക്കുന്ന, ഈ കാര്യങ്ങൾ എന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ വരുന്ന സാഹചര്യം ഉണ്ടാവുമെന്ന് കരുതി രംഗത്ത് വരാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയും കൂടിയാണ് ഞാൻ ശബ്ദിക്കുന്നത് എന്നുള്ളത് ഇപ്പൊ നിങ്ങളോട് പറയുകയാണ്. കോടതിയിൽ അദ്ദേഹം പറഞ്ഞു എന്ന് കേട്ടത് ഞങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി വന്നതാണെന്ന്. അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി വന്ന ആളാണെങ്കിൽ അദ്ദേഹം എന്നെയും കൂടി വിളിച്ചിരുത്തി സംസാരിക്കണ്ടേ? അതല്ലേ ഒരു നാട്ടു നടപ്പ്. എന്നോടൊപ്പമാണ് എന്ന് പറഞ്ഞ രാഹുൽ ഈശ്വറിന്റെ നടപടിയെ ഞാൻ സ്വീകരിക്കുക.